തൊഴിൽ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേസ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന കേസ് ഇപ്പം നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ കുറേ നാളെ കേസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കേസ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന ഗെയിം പ്ലേ വീഡിയോസ് ഒന്നുമില്ല കേസ്, വേറെ ഒന്നുമില്ല. നമ്മളൊരു കാര്യം പറയാനുള്ള കേസ് വന്നിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം നമ്മളെ കേരളത്തിൽ നല്ല രീതിയിൽ താന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പക്ഷേ ആരും ഏത് യൂട്യൂബ് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന യൂട്യൂബേഴ്സ് ഇപ്പോൾ വലുതായിട്ട് മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ഇടാറില്ല കേസ്. അപ്പം അതെന്താണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് കേസ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൻ ഞാൻ വീഡിയോ എപ്പോഴേക്കും ലഭിക്കുന്നതായിരിക്കും കേസ്. അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകാം കേസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കില്ല കേസ്. അപ്പോൾ പറയാൻ വേണ്ടി നമ്മൾ ഗെയിമിലെ ബാക്കിൽ ഇട്ടേക്കുന്നതാണ് കേസ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നെന്ന് പറയാൻ പോകുന്ന കേസ് നമ്മളെ കേരളത്തിൽ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിം നല്ല രീതിയിൽ താന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. കാരണം ഇപ്പോൾ ഒരു യൂട്യൂബേഴ്സ് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒരു യൂട്യൂബേഴ്സ് ഇപ്പം വലുതായിട്ട് യൂട്യൂബ് മൈൻക്രാഫ്റ്റ് ഒന്നും വീഡിയോ ഇടുന്നില്ല കേസ്. ഇപ്പോൾ ആരും മൈൻക്രാഫ്റ്റ് കളിക്കാതെ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിം കേരളത്തിൽ നല്ല രീതിയിൽ ഇടിഞ്ഞ് താന്ന് അതിൻ്റെ ഒരു വില പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് കേസ് നമ്മളിത് പറയാൻ വന്നപ്പം നമ്മൾ അതിന് മുമ്പേ നമ്മൾ പറയാനുള്ള കേസ് നമ്മുടെ സുധിയണ്ണൻ നല്ല എപ്പോഴും മൈൻക്രാഫ്റ്റ് യൂട്യൂബ് ഇടുന്നുണ്ട് കേസ്. അപ്പം പുള്ളിക്കാരനെ കണ്ടാണ് ഞാൻ ഗെയിം പ്ലേ മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിം കണ്ട് പഠിക്കാനൊക്കെ തുടങ്ങി. ഇവരൊക്കെയാണ് കേസ് എൻ്റെ റോൾ മോഡൽസ്. അപ്പം ഇപ്പോൾ ഈ കൂടുതൽ സുധിയണ്ണൻ മാത്രമേ ഇപ്പം പിന്നെ മല്ലുവണ്ണനെ പോയി ഇടുന്നുണ്ടെന്ന് തോന്നി കേസ്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് മെയിനായിട്ട് ഇപ്പം യൂട്യൂബിൽ കണ്ടിന്യൂസ് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇട്ട് വിടുന്നത്. ബാക്കി എല്ലാവരും ഒന്നെങ്കിൽ വേറെ ഗെയിമിലോട്ട് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല കേസ്. നമ്മുടെ FTT Pro ആയാലും ഇപ്പം പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടാണ് കേസ്. അപ്പം അതിനുശേഷമാണ് ഞാൻ ഇടുന്നത്. അപ്പം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ കേസ് ഇപ്പോൾ മൈൻക്രാഫ്റ്റ് നമ്മൾ എൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതിന് കേസ്. അപ്പം ഇപ്പോൾ 1.21 ഇറങ്ങിയിട്ടുണ്ട് കേസ്. ഇപ്പോൾ ഈ അപ്ഡേറ്റിൻ്റെ അതൊക്കെ പുള്ളി മൈൻക്രാഫ്റ്റ് മൊച്ചാങ് കമ്പനി കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറേ മോബുകളും കാര്യങ്ങളും കുറേ അപ്ഡേറ്റും കൊണ്ടുവന്നു കേസ്. അപ്പം ഗെയിം ഒരുമാതിരി വല്ലാത്ത അലമ്പായതിനു ശേഷമാണ് കേസ് ഇപ്പോൾ ആരും കളിക്കാതെ വന്നിരിക്കുന്നത് കേസ്. അപ്പം കാരണം 1.20 വന്നപ്പോൾ ആവശ്യമില്ലാത്ത കുറേ മോബുകളും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേസ്. അപ്പോൾ ഇതൊന്നും വലുതായിട്ടൊരു ഫീലിംഗ് തരുന്നില്ല കേസ് ഗെയിം കളിക്കുമ്പോൾ. പക്ഷേ പഴയ നമ്മളെ മൈൻക്രാഫ്റ്റ് 1.16 ഗെയിമാണ് കേസ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഓർമ്മ കേസ്. അപ്പോൾ അതൊക്കെയാണ് കേസ് ഒരു രസം. കാരണം അതൊക്കെ അതിനകത്ത് കളിക്കാൻ നല്ല രസമാണ് കേസ്. ഇപ്പം ഓരോ വർഷം ഓരോ അപ്ഡേറ്റ് കൊണ്ടുവരുന്ന ഒരു അപ്ഡേറ്റ് കൂടി വരുന്നതനുസരിച്ച് മൈൻക്രാഫ്റ്റ് എന്ന ഗെയിം വളരെ അലമ്പായിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പം പെട്ടെന്ന് ഞാൻ പോയി ഇപ്പോൾ കളിക്കാറില്ല മൈൻക്രാഫ്റ്റ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ മൈൻക്രാഫ്റ്റ് ഞാൻ കളിച്ചത് കേസ്. അപ്പം അതിലിപ്പോൾ ഞാൻ വേറെ ഗെയിമിലോട്ടൊക്കെ പോയി ഞാനും ഇപ്പോൾ ഇതേപോലെ തന്നെ യൂട്യൂബിലിപ്പം സാധാരണ ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ടാണ് കേസ് ഇപ്പം ഞാൻ യൂട്യൂബ് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പം ഇവരിപ്പോൾ വലിയ യൂട്യൂബേഴ്സ് ആരും ഇപ്പം വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എനിക്കൊന്നും മടുത്ത് കേസ്. പിന്നെ സുധിയണ്ണൻ്റെ വീഡിയോ നമ്മൾ കാണും. സുധിയണ്ണൻ നമ്മുടെ ഗുരുവാണ് കേസ്. കാരണം മൈൻക്രാഫ്റ്റ് ഞാൻ കളിക്കാൻ തുടങ്ങിയ സുധിയണ്ണൻ്റെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് കേസ്. അപ്പം പുള്ളിക്കാരനാണ് എൻ്റെ ഗുരു. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ നമ്മളിരുന്ന് കാണും. അപ്പോൾ പുള്ളിക്കാരൻ മാത്രമേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ട്. ബാക്കി എല്ലാ ഗെയിമേഴ്സും നിർത്തി കേസ്. ഇപ്പോൾ നമ്മുടെ സർവേസ് ഇപ്പോൾ ഒന്നുമില്ല കേസ്. ഇപ്പോൾ നമ്മുടെ കെമിക്സ് ഇല്ല, MSRP ഇല്ല, എല്ലാം നമ്മളെല്ലാം താന്ന് പോയി കേസ്. ഇപ്പം കെമിക്സ് എന്നാണ് സംഭവം. ഇപ്പം ഈ സമയത്ത് ലോഞ്ച് ആവേണ്ടേ ഞാൻ തോന്നുന്നില്ല, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഈ സമയത്ത് സീസൺ 7 അല്ലേ, അങ്ങനെ സീസൺ 6 അങ്ങനെ ലോഞ്ച് ആവേണ്ടതാണ്. ശരിയായിട്ട് ലോഞ്ച് ആയിട്ടില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഇപ്പം മൈൻക്രാഫ്റ്റ് നിർത്തി കേസ്. അപ്പം സംഭവം ഇതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് കേസ്. ഇതിൻ്റെ അകത്ത് മൈൻക്രാഫ്റ്റ് മെയിനായിട്ട് കേരളത്തിൽ ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് എനിക്ക് അറിയത്തില്ല കേസ്. കേരളത്തിൽ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ താന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ യൂട്യൂബേഴ്സ് ഇപ്പം ഇതിൻ്റെ വീഡിയോസൊന്നും ഇടുന്നില്ല കേസ്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് കേസ്. അപ്പം നമ്മളിനി യൂട്യൂബിൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇടണമെന്നുണ്ട് കേസ്. അപ്പം ഒന്നാമത്തെ കാര്യം മെയിനായിട്ട് നമുക്ക് സമയം കിട്ടാത്തതുണ്ട് കേസ്. ഓക്കെ, നമുക്കിപ്പോൾ ക്ലാസ്സും കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ആഴ്ച പോലും വീഡിയോ ഇടാനുള്ള സമയം കിട്ടുന്നില്ല കേസ്. ഫുള്ള് ക്ലാസ്സും ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് മടുപ്പാണ് കേസ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഗെയിം കളിക്കാനേ തോന്നുന്നില്ല കേസ്. അതായത് ഫുള്ള് മടുപ്പായിട്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഇടാത്തതിൽ നമ്മളും മൈൻക്രാഫ്റ്റ് കണ്ടിന്യൂസ് ഇടേണ്ടതാണ് കേസ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം മൈൻക്രാഫ്റ്റ് ആണ് കേസ്. അപ്പം അത് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം എൻ്റെ ഗെയിമുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിംസാണ് GTA ഗെയിംസ്, പിന്നെ ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഇതിലൊന്നും അല്ലാതെ വേറെ ഗെയിം ഞാനിങ്ങനെ കളിക്കാറില്ല കേസ്. ഓക്കെ, അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റ് ഇന്ത്യ നമ്മളങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ യൂട്യൂബിൽ മറ്റേ ഇന്ത്യൻ ബൈക്ക് റേസിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു കേസ്. കാരണം ഇപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ തന്നെ കേസ്. അപ്പം ഇപ്പം നമുക്ക് ഈ മൈൻക്രാഫ്റ്റ് വീഡിയോയിൽ വലുതായിട്ട് വ്യൂസ് ഒന്നും കയറുന്നില്ല. ബട്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് റൈഡിൻ്റെ വീഡിയോസ് അപ്പോൾ ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു വ്യൂസ് കയറി കേസ്. അപ്പം ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് എനിക്കിപ്പോൾ 3K വ്യൂസ് കയറിയിട്ടുണ്ട് കേസ്. അപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സും കൂടി വരുന്നു. പക്ഷേ മൈൻക്രാഫ്റ്റിൽ ഇടുമ്പോൾ അത്രയും കൂടുന്നില്ല കേസ്. അപ്പം മെയിനായിട്ട് ഞാനും അതാണ് മൈൻക്രാഫ്റ്റൊക്കെ നിർത്താൻ കാര്യം. അപ്പം കേരളത്തിൽ ഇപ്പോൾ ആരും യൂട്യൂബ് മൈൻക്രാഫ്റ്റ് കളിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ കേസ്. അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റ് സ്ഥാനം നിർത്തി കേസ്. അപ്പം ഈ യൂട്യൂബേഴ്സൊക്കെ എപ്പോഴാണ് ഇട്ട് തുടങ്ങുന്നത് അപ്പോഴും നല്ല രീതിയിൽ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇടും കേസ്. അല്ലാതെ നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ ഇടും ഗെയിമിലൂടെ മൈൻക്രാഫ്റ്റിൻ്റെ കൂടെ ഇടും കേസ്. അപ്പോൾ നമ്മൾ ഒരുപാട് അത്ര സീരിയസ് ആയിട്ട് ഇപ്പോൾ മൈൻക്രാഫ്റ്റ് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നല്ല വ്യൂസ് ഒന്നും കിട്ടാറില്ല മൈൻക്രാഫ്റ്റ് കളിച്ചായിരുന്നു. അതുപോലെ തന്നെ മെയിനായിട്ട് ഈ സമയമില്ല കേസ്. അപ്പം മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം ഇപ്പോൾ കേരളത്തിൽ ഇതിപ്പോൾ ആരും കളിക്കാറില്ല. സാധാരണ പണ്ടൊക്കെ ഈ കൊറോണ ടൈമിലാണ് കേസ് നൊസ്റ്റാൾജിക് മൂമെൻറ്റ്സ് എൻ്റെ മോനെ 1.16 സമയത്തൊക്കെയാണ് നമ്മൾ കുത്തിയിരുന്ന് കളിക്കുന്നത്. കുത്തിയിരുന്ന് എനിക്ക് രക്ഷയില്ലാത്ത അടിച്ചാതി അഡിഷനായിരുന്നു മൈൻക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് കേസ്. അതായത് സാധനമായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു രസമായിരുന്നു കേസ് ആ ഒരു സമയമൊക്കെ. ബട്ട് ഇപ്പം അതൊക്കെ ഇല്ലാതായി വരികയാണ് കേസ്. അപ്പം ഒന്നിനൊന്നിന് തീർന്നുകൊണ്ടിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ്. ആ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്ന് 1.18 തൊട്ട് എനിക്ക് തോന്നുന്നു എനിക്കങ്ങോട്ട് മൈൻക്രാഫ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് വരുന്നില്ല. കാരണം
അങ്ങനത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾ കുറേ ആവശ്യമായിട്ട് കുറേ അപ്ഡേറ്റ്സ് 1.20 തന്നെ നമുക്ക് ആവശ്യത്തെ കുറേ ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ആവശ്യമായിട്ട് കുറേ ഓപ്ഷനൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം അതൊന്നും നമുക്ക് അങ്ങോട്ട് കളിക്കാനുള്ളൊരു ഫീൽ വരുന്നില്ല. ഇപ്പോൾ പഴയ പോലെ ഇൻഡസ്ട്രി കയറി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതൊക്കെ ഒരു ഫീലാണ് കേസ്. അപ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല. ബട്ട് അതൊക്കെയാണ് മെയിനുള്ള കാര്യം. മൈൻക്രാഫ്റ്റ് ഇപ്പം ആരും കളിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പം പക്ഷേ സുധിയാണ് എനിക്ക് സമ്മതിക്കുന്നത്. ബിഗ് സെൽ ഫോർ സുധിയാണ് ഇപ്പോഴും നല്ല ഇത് പുള്ളിക്കാരൻ നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ കണ്ടിന്യൂസ് ആയിട്ട് മൈൻക്രാഫ്റ്റ് വീടുണ്ട്. എല്ലാ സ്റ്റുഡിയോയിലും പുള്ളിക്കാരൻ വീഡിയോസ് ഇടുന്നുണ്ട്. എന്തായാലും ഇപ്പം കണ്ടിന്യൂസ് നിർത്തിയിട്ടില്ല ഇതിലായിട്ടും പുള്ളിക്കാരൻ മൈൻക്രാഫ്റ്റ് മാത്രമാണ് കേസ് യൂട്യൂബിൽ ഇടുന്നത്. പക്ഷേ ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് മാത്രം ഇടത്തുള്ളൂ എന്നാണ് കേസ് ഈ ചാനൽ. ബട്ട് നമ്മൾ സാഹചര്യം കൊണ്ട് ഇട്ട് പോകുന്നതാണ് കേസ്. അപ്പം അതൊക്കെയാണ് കേസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ള കേസ്. അപ്പം നിങ്ങൾ ഈ മൈൻക്രാഫ്റ്റ് കളിക്കുക കേസ്. കാരണം മൈൻക്രാഫ്റ്റ് ഒരു രസമുള്ള ഗെയിമാണ് കേസ്. എൻ്റർടൈൻമെൻറ്റ് മൾട്ടിപ്ലെയർ ആൻഡ് പിക്സലൈസ്ഡ് ഗെയിമാണ് കേസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു രീതിയിലുള്ള നമുക്ക് ഈ ഒരു വയലൻസ് ഒന്നും ഇല്ലാത്ത ഗെയിമാണ്. ചിലരൊക്കെ പറയുന്നുണ്ട് ഈ മൈൻക്രാഫ്റ്റ് കളിച്ച് വയലൻസ് ആവുന്നതൊക്കെ. ചുമ്മാ അതാണ് കേസ്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് കൂട്ടുകാർക്കൊട്ട് കമ്പനിയായിട്ട് കളിച്ച് നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ ഗെയിമാണ് മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിം മെയിനായിട്ട്. അപ്പോൾ ഞാനും എൻ്റെ കസിൻസുമായിട്ടൊക്കെ കളിക്കുന്ന നല്ല രസമാണ് കേസ്. അവരുമായിട്ടൊക്കെ ഇതിൻ്റെ അകത്ത് കളിച്ച് സർവൈവൽ വേൾഡായി കളിച്ച് ഒരു രസമാണ് കേസ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു രീതിയിൽ വയലൻസ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കാം. ഈ ഓവറായിട്ട് അഡിക്ഷനും ആവത്തില്ല കേസ്. അപ്പം അങ്ങനെ ഒരു ഗെയിമാണ്. നമുക്ക് ഓഫ്ലൈനായിട്ടും കളിക്കാം ഓൺലൈനായിട്ടും കളിക്കാം. അതൊക്കെ വലിയൊരു എന്താണ് കേസ്. മൈൻക്രാഫ്റ്റ് എന്ന ഗെയിം എന്ന് പറഞ്ഞാൽ വേൾഡ് നമ്പർ 1 ഏറ്റവും കൂടുതൽ ഓൾമോസ്റ്റ് ഫേമസ് ഗെയിമാണ് കേസ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ മൈൻക്രാഫ്റ്റിനെ കുറിച്ചൊക്കെ. അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട. അപ്പം കേസ് ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് കേസ് വന്നപ്പം. യൂട്യൂബ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വലുതായിട്ട് ആരും ഇടാറില്ല കേസ്. ഞാനിപ്പോൾ കാണുന്നില്ല ആരും ഇങ്ങോട്ട് ഇടുന്നത്. ബാക്കി എല്ലാവരും എല്ലാവരും നമ്മളെ FTT Pro ആയാലും നമ്മുടെ ഗെയിമർ ബോയ് റാണ്ടമേഴ്സിലൊക്കെ പല ഗെയിമിലോട്ടൊക്കെ പോയി കേസ്. അപ്പം കേസ് അവർ എന്താ അറിയത്തില്ല, എല്ലാവരും ഈ ഒരു കാരണം കൊണ്ടായിരിക്കും നിർത്തിയത്. ആയിട്ടോണ്ട് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് കേസ് ഞാൻ തന്നെ മടുത്ത് തുടങ്ങിയ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിം. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ആരും എനിക്ക് തന്നെ കളിക്കാൻ തോന്നുന്നില്ല. വല്ലപ്പോഴും ഒക്കെ ഫ്രണ്ട്സൊക്കെ പ്രഷർ ചെയ്യുമ്പോൾ മാത്രം ഞാൻ കയറി കളിക്കുകയൊക്കെയായിരുന്നു. ചുമ്മാ സംഭവം ഞാൻ മടുത്തു. പിന്നെ വേറെ ഗെയിംസിലോട്ടൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് കേസ് വന്നത്. അപ്പം നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ മൈൻക്രാഫ്റ്റ് ഇപ്പം ആരും കളിക്കാത്തതിൻ്റെ യൂട്യൂബേഴ്സ് ആരും വീഡിയോസ് ഇടാത്തതിൻ്റെ കാര്യം. ഇനി എപ്പോഴെങ്കിലും മൈൻക്രാഫ്റ്റ് ഗെയിം തിരിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കേസ്. കേരളത്തിൽ നല്ല രീതിയിൽ പണ്ടത്തെ ഒരു മൂമെൻറ്റ്സിലോട്ടൊക്കെ തിരിച്ച് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേസ്. കാരണം അതൊക്കെ നൊസ്റ്റാൾജിക് മൂവ്മെൻ്റാണ്. എനിക്ക് ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ നല്ല രസമാണ് കേസ്. അപ്പം ബോയ്സ്, അപ്പം ഇതൊക്കെ നമ്മളെ വീഡിയോക്കകത്ത് പറഞ്ഞു കേസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കേസ്. അപ്പം എന്തെങ്കിലും പഠിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമുള്ള കേസ് അടിച്ച് നമുക്ക് പൊട്ടിച്ചേക്കണം കേസ്. അപ്പം നമുക്ക് ഇനി വീഡിയോസൊക്കെ ഇടും. നമ്മുടെ ഒരു കാര്യം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് കേസ് വന്നത്. അപ്പം അടുത്ത വീഡിയോ നമ്മുടെ ബൈ ബൈ ടാറ്റ.